നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ വിഷയം നാടോടി നൃത്തം എന്നതിനെക്കുറിച്ചാണ്. എന്താണ് നാടോടി നൃത്തം അല്ലെങ്കിൽ നാടോടി നൃത്തരൂപങ്ങൾ? നമുക്കെല്ലാവർക്കും അറിയാം നാടോടി പാട്ട്, നാടോടി നൃത്തരൂപങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലൊരു ധാരണയുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ അതിൻ്റെ ഒരു സാംസ്കാരിക തലമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഓരോ കലകളുടെയും പിന്നിൽ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഇപ്പം തന്നെ നമ്മൾ ഇതിനു മുമ്പിലത്തെ വീഡിയോകളിൽ അനുഷ്ഠാന കലകളെക്കുറിച്ചാണ് ഒരു 3-4 വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഭദ്രകാളിപ്പാട്ട്, പടയണി, തോറ്റംപാട്ട്, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാന രൂപങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും ധാരണയില്ല. നമ്മൾക്ക് എന്താണ് തോറ്റംപാട്ട് അല്ലെങ്കിൽ എന്താണ് ഭദ്രകാളിപ്പാട്ട്? ഭദ്രകാളിപ്പാട്ട് അതൊരു ദേവതയുമായിട്ട് ഉള്ള ഒരു കാര്യം എന്നല്ലാതെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും അധികം ആരും ഇറങ്ങി ചെല്ലാറില്ല. ഞാനത് പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പം നാടോടിപ്പാട്ട് എന്നതാണെങ്കിലും നമ്മൾ നാടോടിപ്പാട്ട് കേൾക്കുന്നു, ആസ്വദിക്കുന്നു. എന്താണ് നാടോടിപ്പാട്ട് എന്നാരെങ്കിലും ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയോടുകൂടി ഒരുപക്ഷെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം നാടോടിപ്പാട്ട് എന്നാൽ എന്ത് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഒരു രാജ്യത്തിലെയോ പ്രത്യേക പ്രദേശത്തെയോ ജനങ്ങളുടെ ജീവിത രീതികളെ പ്രതിഫലിപ്പിക്കുന്ന നൃത്തമാണ് നാടോടി നൃത്തം എന്ന് പറയുന്നത്. നാടോടി നൃത്തകലകൾ അവ അവതരിപ്പിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതവുമായും അവർക്ക് ലഭ്യമായ സാമൂഹിക സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. നൃത്തത്തിൻ്റെ സാംസ്കാരിക വേരുകൾക്ക് പ്രാധാന്യം നൽകേണ്ടി വരുമ്പോൾ വംശീയ, പരമ്പരാഗത എന്നീ പദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ അർത്ഥത്തിൽ മിക്കവാറും എല്ലാ നാടോടി നൃത്തങ്ങളും വംശീയമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. നാടോടി നൃത്തരൂപങ്ങളുടെ ഒരു പശ്ചാത്തലത്തെപ്പറ്റി നോക്കിയാൽ അതിന് ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഒന്നാമത്തത്, പരമ്പരാഗത സംഗീതത്തിന് അനുസരിച്ച്, അതായത് പ്രൊഫഷണൽ പരിശീലനമില്ലാത്ത ആളുകൾ ചെയ്യുന്ന നൃത്തമാണ് ഇത്. നൃത്തം ചെയ്യുന്നത് സാധാരണയായി നാടോടി നൃത്ത സമ്മേളനങ്ങളിലോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ ആണെന്നുള്ളതാണ് ഒരു ഘടകം. രണ്ടാമതായി, നൃത്തങ്ങൾ പൊതുവായി പൊതുപ്രകടനത്തിനോ വേദിയിൽ അവതരിപ്പിക്കുന്നതിനോ വേണ്ടി ചിട്ടപ്പെടുത്തിയവയല്ല. അവയുടെ അരങ്ങ് പലപ്പോഴും നെൽവയലുകളോ വീട്ടുമുറ്റമോ തുറസായ സ്ഥലമോ ഒക്കെ ആവാം. എന്നിരുന്നാലും അവ പിന്നീട് ക്രമീകരിച്ച് വേദിയിലെ പ്രകടനങ്ങൾക്കായി സജ്ജമാക്കാറുണ്ട് താനും. മറ്റൊന്ന്, പുതിയതായി ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്നതിന് പകരം വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ നാടോടി പാരമ്പര്യങ്ങൾ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട് എങ്കിലും. മറ്റൊന്ന്, പുതിയ നർത്തകർ പലപ്പോഴും മറ്റുള്ളവരെ നിരീക്ഷിച്ചോ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിച്ചോ അനൗപചാരികമായി പഠിക്കുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾ നാടോടി നൃത്തത്തെ നിർവചിക്കുന്നത് ഒരു ഭരണസമിതിയോ മത്സരമോ പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ ഇല്ലാത്ത നൃത്തം എന്നാണ്. ഇനി നാടോടി നൃത്തങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. നാടോടി നൃത്തങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടത്, ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തുന്നത്, വിളവെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്നത്, വിനോദവുമായി ബന്ധപ്പെട്ടത്, സാമൂഹിക ഒത്തുചേരലിൽ നിന്നും ഉണ്ടാകുന്നത്, ഋതുക്കളുമായി ബന്ധപ്പെട്ടത്, ആയോധന നൃത്തങ്ങൾ എന്നിങ്ങനെ പലതായി നമുക്ക് തരംതിരിക്കാം. ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കിയാൽ മതപരമായ ധാരാളം അനുഷ്ഠാനങ്ങളിൽ നൃത്തവും സംഗീതവും കടന്നു വരുന്നുണ്ട്. അതേവർക്കും അറിയാവുന്ന ഒരു ഘടകമാണ്. തെയ്യം, കോവിൽ നൃത്തം, ഏഴുവട്ടം കളി, ക്യാതം കളി എന്നിങ്ങനെയുള്ള നിരവധി നാടൻ നൃത്തരൂപങ്ങൾ അനുഷ്ഠാനപരമായിട്ടുള്ളതാണ്. പിന്നുള്ളവ ചില ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തുന്നവയാണ്. അതായത് ഇപ്പം മുസ്ലിം സമുദായത്തിൽ കല്യാണം, മാർക്ക കല്യാണം, വയസ്സറിയൽ, 40 കുളി തുടങ്ങിയ ചടങ്ങുകളിൽ നിറപ്പകിട്ടാർന്ന ഉടയാടകൾ ധരിച്ച് പെൺകുട്ടികൾ അവതരിപ്പിക്കുന്ന മാപ്പിള കലയായ ഒപ്പന ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തുന്ന നൃത്തമാണ്.
മറ്റൊന്ന് നോക്കിയാൽ വിളവെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന നൃത്തങ്ങൾ, അതായത് ഇപ്പോൾ അട്ടപ്പാടിയിലെ ഇരുളൂർ വിളവെടുപ്പ് സന്ദർഭത്തിൽ രാത്രിയിൽ തീ കൂട്ടിയിട്ട് അതിനു ചുറ്റും അവതരിപ്പിക്കുന്ന ഏലേലം കരടി എന്ന കരടി നൃത്തം വിളവെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന നാടോടി നൃത്തത്തിന് ഉദാഹരണമാണ്. അതേപോലെ വിളവെടുപ്പ് കാലത്ത് പഞ്ചാബിൽ നടക്കുന്ന ബൈശാഖി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന നാടോടി നൃത്തമാണ് ഭാൻഗ്ര. ഇതുകൂടാതെ ഈ ഋതുക്കളുമായി ബന്ധപ്പെട്ട നാടോടി നൃത്തങ്ങളുണ്ട്. അവയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ വസന്തകാല ഉത്സവമായ ചൈത്ര പർവയിൽ നടത്തുന്ന നാടോടി നൃത്തമായ ഛൗ നൃത്തം ഋതുക്കളുമായി ബന്ധപ്പെട്ട നാടോടി നൃത്തരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അങ്ങനെ പല തരത്തിൽ ഈ നാടോടി നൃത്തം പലതുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി ഈ നാടോടി നൃത്തരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ നാടോടി നൃത്തരൂപവും ശാസ്ത്രീയ നൃത്തവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതെന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ ശാസ്ത്രീയ നൃത്തരൂപങ്ങളിൽ കാണുന്നത് പോലെയുള്ള വേഷവിധാനമോ ചിട്ടകളോ മുദ്രാ ഭാഷ ഉപയോഗിച്ചുള്ള അഭിനയമോ ഒന്നും തന്നെ നാടോടി നൃത്തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇവ ശാസ്ത്രീയ നൃത്തങ്ങൾ പോലെ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതല്ല. മറിച്ച് നെൽവയലുകളോ വീട്ടുമുറ്റമോ തുറസായ സ്ഥലമോ എന്നിങ്ങനെ ഏത് തരം സന്ദർഭത്തിലാണോ അവ രൂപപ്പെടുന്നത് അതിനോടനുബന്ധിച്ച് സ്ഥലങ്ങളിലായിരിക്കും ഇവ സാധാരണയായി അരങ്ങേറാറുള്ളത്. മറിച്ച് നെൽവയലുകളോ വീട്ടുമുറ്റമോ തുറസായ സ്ഥലമോ എന്നിങ്ങനെ ഏത് തരം സന്ദർഭത്തിലാണോ അവ രൂപപ്പെടുന്നത് അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലായിരിക്കും ഈ നൃത്തങ്ങൾ സാധാരണയായി അരങ്ങേറാറുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാടോടി നൃത്തം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ആ കഥകൾ പറയുന്ന രീതിയിലുള്ള ഒരു നൃത്തരൂപമാണ് ഈ നാടോടി നൃത്തം. നാടോടി നൃത്ത രൂപമെന്നാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണും എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.